ആഹാ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? ദാ അങ്കിൾ അന്വേഷിക്കുന്നുണ്ട്. എന്താ ഹരി ഇത്? ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴും എല്ലാരും കൂടി സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ എന്ന് ഓർമ്മിക്കാൻ രസമുള്ള കുറെ സംഭവങ്ങൾ ഇതൊക്കെയായിരുന്നു വരുമ്പോ മനസ്സില്. എന്നിട്ടിപ്പോ ഹരി, എല്ലാരും വന്നേ. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ വരൂ. സഹസ്രാര ഹും ഫട് സ്വാഹ. സഹസ്രാര ഹും ഫട് സ്വാഹ. യുദ്ധത്തിന്റെ ആരംഭമായി. ശത്രു ശക്തിയാണ്, അതീന്ദ്രിയ ശക്തി. അതുകൊണ്ട് സാധാരണ യുദ്ധ നിയമങ്ങൾ അപ്രസക്തം. ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന് പറയാറുണ്ട്. പക്ഷേ ശത്രു എവിടെ ഒളിഞ്ഞു ചാരായം മാറ്റി തുടങ്ങിയ സാറേ ആയുധ പ്രയോഗം. അതിനാൽ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ആക്രമണ ശൈലിയാണ് ഇവിടെ വേണ്ടത്. അതിന്റെ സന്നാഹമാണിത്. വീണ്ടും തളയ്ക്കപ്പെടും, അല്ലെങ്കിൽ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുമെന്നറിയുമ്പോൾ നീലി സർവശക്തിയോടും കൂടി ആഞ്ഞടിക്കും. അതിനെ നേരിടാൻ എല്ലാവരും സജ്ജരായിരിക്കണം. അപൂർവ ശക്തിയുള്ള മന്ത്രത്തകിടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ രക്ഷായന്ത്രം. അതെന്താണെന്ന് മനസ്സിലായോ? പൊട്ടാസ്യം സയനൈഡ് എറിഞ്ഞാ കത്തും. അത് കഴിച്ച ചത്തുവോ? ഒന്നും പറ്റില്ല, നല്ല ടേസ്റ്റാ. എന്നാലും വല്ലാത്ത പരിപാടി ഉണ്ട് സാറേ. ഒരു പണിയുണ്ട്, വാ. ഇതൊക്കെ ഒരു തരം നമ്പറാ. രാജകുടുംബക്കാരല്ലേ, കൈ കാശുണ്ടല്ലോ. അത് അടിച്ചു മാറ്റാനുള്ള പൂജാരികളുടെ നമ്പറും. എന്ന് നമുക്കും കൂടെ കൂടെയല്ലേ സാറേ? താൻ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. രാജകുടുംബത്തെക്കാൾ വലുതാണ് അബ്കാരി കുടുംബം. കൊല്ലപ്പെട്ടതിൽ ഒരുത്തൻ അബ്കാരി കുടുംബത്തിലേതാണ്. അത് താൻ മറന്നു? എനിക്ക് ഓർമ്മയുണ്ട് സാർ. ഉണ്ടല്ലേ? നമുക്കങ്ങോട്ട് ചരിയാം, വല്ലതും തടയും. സാറിന്റെ ഒരു ബുദ്ധി. എടോ, അബ്കാരികൾ മുഴുവൻ ആധ്യാത്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ സന്യാസികളാണ്, യഥാർത്ഥ സന്യാസികൾ. അപ്പൊ ഈ കാട്ടിലൊന്നും അബ്കാരികളെ കണ്ടില്ല സാർ. അതെന്താ? അല്ല സാറി സന്യാസം എന്ന് പറഞ്ഞിട്ട്. എടോ, അബ്കാരികളുടെ സന്യാസം ഷാപ്പില. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ദുഃഖം മറക്കാൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസി, അതായത് അബ്കാരി. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി സാർ. ആ കോൺസ്റ്റബിൾസ് ഒക്കെ അവിടെ? സാറേ, അവര് കൊട്ടാരം നിരീക്ഷിച്ചോണ്ട് നിൽക്കുക. നിരീക്ഷിച്ചോണ്ട് നിൽക്കേ? പോയി റോന്ത് കിട്ടാ പറയണോ? സാർ, ഈ രാത്രി എവിടെയാ സാറേ ഓന്തിനെ കിട്ടുക? ഓന്തല്ലോ റോന്ത്. ഏത് കോന്തനയാള്? താനെന്താ പോണില്ലേ? സാറേ, ഒരു കാര്യം പറഞ്ഞ ഓവർടേക്കിംഗ് ആവോ? എന്താണ്? പേഴ്സണലാണ്. പറ. സാറേ, യക്ഷിന്നും പറഞ്ഞ് ഒരു നാടൻ സാധനം ഇവിടേക്ക് കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ കോട്ടപ്പുറം ജാനകിയായിരിക്കും. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. പുതിയത്? സത്യമാണ് സാർ. മിനിഞ്ഞാന്ന് രാത്രി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം ഞാൻ കണ്ടു സാർ. എന്നിട്ട് താനെന്താ എന്നോട് പറയാതിരുന്ന? മിനിഞ്ഞാന്ന് പിന്നെ ലക്ഷ്മിക്കുട്ടി. ആളെങ്ങനെ ഉണ്ട്? അടിപൊളിയാണ് സാർ, നല്ല നെടുവിരിയൻ. അപ്പൊ ഇനി അവളെ കണ്ടാലേ കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലേക്ക് കൊണ്ടു. ക്വസ്റ്റ്യൻ ചെയ്യണോ സാർ? ഓവർടേക്കിംഗ് വേണ്ട. അപ്പൊ താൻ വയ്ക്കോ. ഇന്ന് ഫുൾ നൈറ്റ് സെക്യൂരിറ്റി വേണം. ഞാൻ ഇവിടുത്തെ ഉണ്ടാവും. അവിടെ വായി നോക്കിയേക്കരുത്, മനസ്സിലായോ? വയ്ക്കോ. എന്തായാലും ഞാൻ പറഞ്ഞ സാധനം എവിടെയാ നിൽക്കുന്നത്? അവിടെ കൂടാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരുമില്ല സാർ. അവിടെ ആരെങ്കിലും വീഴ്ത്തും. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ അവിടെ ചെന്ന് അവിടെ കസ്റ്റഡിയിലെടുക്കാം. ലോക്കപ്പ് ഫ്രീ അല്ലേ? ഫ്രീ ആണ് സാർ. താൻ ചെന്നിട്ടേ ആ ക്വാളിറ്റി ഹോട്ടലിൽ ചെന്ന് ഒരു 10-20 പൊറോട്ടയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു 3-4 ഓംലെറ്റും. സാർ, ഒരു കുപ്പി ബിസ്ലറി വാട്ടർ. മറ്റേതവിടെ ഇരിപ്പില്ലേ? മറ്റേ ബാക്കിയുണ്ട് സാർ. ഉണ്ടല്ലോ. അപ്പൊ താൻ വിട്ടോ.
ധൃതി പിടിച്ച് പോകരുത്. പതുക്കെ 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 പോയാൽ മതി. എന്നിട്ട് സാവധാനത്തിൽ മേടിച്ചിട്ട് പതുക്കെ പതുക്കെ വന്നാൽ മതി. മനസ്സിലായില്ലേ? നോട്ടോ ഇല്ലേ, ഒരു കാര്യം ചെയ്യാം. എന്നെ ഒന്ന് നന്നായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് താൻ വലിഞ്ഞു. ഓക്കെ. അതെ, അപ്പൊ റോന്തൂറ്റിലെ പോലീസുകാരാ? ഓവർടേക്കിംഗ് വേണ്ട. എടോ, താൻ എങ്ങനെ അവളെ മുട്ടി? അവളെ എന്നെ കണ്ടപ്പോഴേ കണ്ണടിച്ച് കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം മറ്റാണെന്ന്. താൻ ഇതെങ്ങനെ അവതരിപ്പിച്ചു? ഞാൻ ചോദിച്ചു എന്താണ് ഈ റോട്ടിലേക്കുമെന്ന്. അപ്പൊ അവള് പറയാണ് എന്നെ ഇഷ്ടമായി, ഞാനും കൂടെ വരട്ടേന്ന്. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റി സാറ് എന്റെ കൂടെ ഉണ്ടെന്ന്. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ഏതായാലും നീ അവളൊന്ന് വിളിക്ക്. ആരാണ് വന്നിരിക്കണെന്ന് അറിയാമോ? ഈ ഒരു വീരഭദ്രൻ സാറ്. ഈ ഏരിയയിൽ ആര് കച്ചവടത്തിന് വന്നാലും ആദ്യം സാറ്, പിന്നെ ഞാൻ. അവള് കാശ് വല്ലതും ചോദിക്കോ? ഫ്രീ ആണ്. കാശ് ചോദിച്ചാൽ അടിച്ചോളൂ. ഷേപ്പ് വേണ്ട, ഉടക്കണ്ട. വാ, സാറ് ധൈര്യമായിട്ടില്ലേ, ഞാനില്ലേ കൂടെ. പേടിക്കണ്ട, ചെകുത്താനൊന്നുമല്ല, ഞാനും മനുഷ്യനാ. നാണിച്ച് നിൽക്കാണ്. ഇപ്പോഴേ ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ? സാറേ, ഇനി സമയം കളയണ്ട. ഞാൻ പോയി പൊറോട്ട അടിച്ചെടുത്തോണ്ട് വരാം. സാറ് വിളിച്ചോണ്ട് പോകും. എന്താ ഭവതിയുടെ പേര്? സാധാരണ സ്ത്രീകൾക്ക് എന്നെ വലിയ ഭയമാണ്. കാരണം ഞാനൊരു അഹങ്കാരിയാണല്ലോ. ചിരിക്കുന്നു. നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും. വരും. രക്ഷിക്കണം സ്വാമി, ഞാൻ അവിടെ പുറത്തുപോയി അറിയാതെ ചെയ്തു പോയി തെറ്റാണ് സ്വാമി, ക്ഷമിക്കണം സ്വാമി. കാളി കാളി കൊടുങ്കാളി ഉദ്ദേശിക്കാൻ അകത്ത് വരൂ, ഇരിക്കൂ. വണക്കം. കണ്ടു അല്ലേ? അതെ, ഫുൾ മേക്കപ്പിൽ. പറയത്തക്ക ഭംഗിയൊന്നുമില്ല. മനസ്സിലായി. ക്ഷമിക്കണം സ്വാമി, ഒരബദ്ധം പറ്റിപ്പോയി, രക്ഷിക്കണം. അതെ, അബദ്ധം പറ്റി. നിങ്ങൾക്കല്ല, അവൾക്ക്. അവൾ ആരാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ എനിക്കും അറിയാം. നമസ്കാരം. വലത് കൈയിൽ ധരിച്ചോളൂ. ഒന്ന് അയാൾക്കും കൊടുത്തേ. അല്പനേരം എല്ലാവരും കണ്ണടച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുക. ഞാൻ പറയാതെ ആരും കണ്ണു തുറക്കരുത്. ഓം ഹ്രീം നീലി ഭാവമൂർത്തി ഭാവമൂർത്തി ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തി. ഓം ഹ്രീം പരസ്പര പരസ്പര ഘോര ഘോര തലരൂ പ്രചട 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 പ്രചട. നീലി, നിർത്തു നിന്റെ കൊലച്ചിരി. എന്റെ കൊലച്ചിരി നീ ഇനിയും കേൾക്കും. ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ. എന്നെ നശിപ്പിക്കാൻ നിനക്കാവില്ല. എന്നെ വെട്ടിനുറുക്കിയ ആ ക്ഷത്രിയന് കൂട്ടുനിൽക്കുന്ന നീ നീചനാണ്, നീചൻ. നിന്നെയും ഞാൻ കൊല്ലും. നിന്റെ രക്തദാഹം ഇനിയും അടങ്ങിയില്ലേ? ഇല്ല, ആഗ്രഹപൂർത്തി വരാതെ കൊല്ലപ്പെട്ടവനാണ് എന്റെ ഉദയൻ. അതിനെനിക്ക് പ്രതികാരം ചെയ്യണം. അവസാനത്തെ ഒരു ആൺതരി ഉണ്ടല്ലോ, ബാക്കി തൃപ്പങ്ങോട്ട്. അവന്റെ കൊലയിലൂടെ ഞാൻ അത് സാധിക്കും.
ഇല്ല, അതിനു മുമ്പ് നിന്നെ ഞാൻ നശിപ്പിക്കും. നിനക്കതിന് കഴിയില്ല. ഗുരുകാരണവന്മാർ പകർന്നു നൽകിയ തന്ത്രമന്ത്രങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ മാത്രമല്ല, നിന്റെ കുലം മുഴുവൻ ഞാൻ മുടിക്കും. നീലി, ഇത്രയും കോപം നിനക്ക് പാടില്ല. നീ സ്ത്രീയാണ്, സ്ത്രീ അമ്മയാണ്. അമ്മ ക്ഷമയാണ്, ക്ഷമ ഭൂമിയാണ്. ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല. ചാഞ്ചല്യം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും. അത് ഞാൻ തടയും.